സെബാസ്റ്റ്യൻ ചേട്ടാ, വഴി കൺഫ്യൂഷനൊന്നും ആയില്ലല്ലോ? ചെറുതായിട്ടൊന്ന് ചുറ്റി. കുഴപ്പമില്ല ചേട്ടാ, ഒന്നും തോന്നരുത്, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ആ. ആളുടെ ബർത്ത്ഡേ. ഓ, ഹാപ്പി ബർത്ത്ഡേ. ഇന്നല്ല, നമുക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ടായിരുന്നു. ഞാൻ കുറേ പെറ്റ് ഷോപ്പിൽ പോയി, എല്ലായിടത്തും റോട്ട് വീലർ, ഡോബർമാൻ, പിന്നെ മറ്റേ പിറ്റ്ബുള്ളൊക്കെ. അയ്യോയ്യോ, അതൊക്കെ ഡേഞ്ചറാ, തലയൊക്കെ കടിച്ചെടുക്കും. ഗേൾ ഫ്രണ്ടിനെ ക്യൂട്ടായിട്ട് എന്തെങ്കിലും പെറ്റിനെ കൊടുക്കാനാ. ഇവിടെ ക്യൂട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റിയ എന്താട്ടോളെ? മുതലേനെടുത്താലോ? മുതലൊക്കെ പേടിയാട്ടാ, നമുക്ക് കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ള. ക്യൂട്ട് കരടി എൻ്റെ കയ്യിലുള്ള ഏറ്റവും ക്യൂട്ടാവനാ. ചേട്ടാ, നമുക്ക് മനുഷ്യരായിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഗൊറില്ല ഓർ ചിമ്പാൻസി. ഒരു ലിസ്റ്റ് കൊടുത്തുവിട്ടാൽ മലക്കറിയൊക്കെ സുഖമായിട്ട് വാങ്ങിച്ചിട്ട് വരും അവൻ. റെഡി ക്യാഷിന് ഗൊറില്ലേനെ ഇപ്പം എടുത്താൽ നമുക്കിവിടെ ഒരു ബെൽറ്റും ഒരു മണിയും നമ്മൾ ഫ്രീ ആയിട്ട് തരും. ഇങ്ങനൊന്നും അല്ല, കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ഇണക്കിയെടുക്കാൻ പറ്റിയ. ഓ മൈ ബാഡ്. അങ്ങനെയാണെങ്കിൽ തനിക്ക് വീട്ടിലൊരു ആഴക്കടൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു നീരാളിയും ഇരട്ടത്തലയുള്ള തിമിംഗലവും തരാം. ഇരട്ടത്തല തിമിംഗലോ? ഇരട്ടപ്പഴം കൊടുത്താൽ മതി. ഞാനേ മറ്റേ ആഴക്കടലിന്റെ കുഴിയൊന്നും എടുത്തിട്ടേ വിളിക്കാം. ഓക്കെ. ഹലോ. സെബാസ്റ്റ്യൻ ചേട്ടാ. എടോ, എൻ്റെ ലച്ചുമോള് തൻ്റെ കൂടെ വന്നിട്ടുണ്ടേ. അയ്യോ, പിള്ളേരൊന്നും ഇല്ലല്ലോ എൻ്റെ കൂടെ. അല്ല, ലച്ചു എൻ്റെ ഉടുമ്പാ, തൻ്റെ പുറത്തൊട്ടിയിരിക്കുന്നുണ്ടാവും. ഞാൻ വന്ന് വയറിലിക്കിളിയാക്കി ഊരിയെടുത്തോളാം.